സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘസംസ്കാരമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചെങ്കൽ നൊച്ചിയൂർ ശ്രീ പുളിങ്കോട്ട് കണ്ഠൻ ശാസ്താക്ഷേത്രത്തിന്റെ മുഖമണ്ഡപ സമർപ്പണം ഗവർണർ നിർവഹിച്ചു. ജനം TV MDയും വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായരും കുടുംബവുമാണ് മുഖമണ്ഡപം പണി കഴിപ്പിച്ചത്. 8 നൂറ്റാണ്ടോളം പഴക്കമുള്ള ചെങ്കൽ നൊച്ചിയൂർ പുളിങ്കോട്ട് കണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിന് പുതിയ മുഖമണ്ഡപം നൽകുന്നത് പഴമയും പുതുമയും ഒന്നിക്കുന്ന മനോഹാരിത. മുഖമണ്ഡപ സമർപ്പണത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ വാദ്യമേളങ്ങളോടെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഗവർണർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘ സംസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു. मुझे लगता है उनका जीवन भाव वह समर्पण भाव है. उन्होंने बताया कि संघ के संस्कारों के कारण इन सब बातों को वो कर पाते हैं. Because of the Sangha Samskar, he has been able to do all such things. Absolutely right and 100% true. മുഖമണ്ഡപം പണികഴിപ്പിച്ച ജനം TV MDയും ടൂറിസം മേഖലയിലെ വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. ഈ നാടിന്റെ നന്ദിയുടെയും കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ നായർ, നൽകുന്നത് ആദരണീയനായ കേരളത്തിന്റെ പ്രഥമ പൗരൻ. 55-56 വർഷം മുമ്പേ ഞങ്ങൾ ഈ 4 ചുമരുള്ള ഒരു ക്ഷേത്രം, അതായിരുന്നു ഓർമ്മ വന്നത് മുതൽ ഇവിടെ പൂജയ്ക്ക് വേണ്ടി അമ്മ നമുക്ക് അരിയും ഒരു തേങ്ങയും കുറച്ച് ശർക്കരയും ഒരു വെള്ളിത്തുട്ടും തന്നു വിടുന്നത്. ആ 4 ചുമരിനുള്ളിൽ ഒരു ശിവലിംഗവും ഒരു ചെറിയ കല്ലുമാക്കും. നമ്മൾ ശാസ്ത ഭഗവാനായിട്ട് നാം ഉള്ളിൽ വിശ്വസിച്ചിരുന്നത് അതാണ്. വെളിയിലൊരു കല്ലുവിളക്ക്, ആ കല്ലുവിളക്ക് ഇന്നും ഉണ്ട്. ആ മൂർത്തിയെ 2-3 പ്രാവശ്യം മാറ്റി പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കുകയും ലാസ്റ്റിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന് ഞാനും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈ ക്ഷേത്രം ചെയ്ത് അത് ഈ നാട്ടിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് ഭൂമി വിട്ടു നൽകിയ കുടുംബാംഗങ്ങളെയും മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ, പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, ISRO ശാസ്ത്രജ്ഞൻ ശ്യാം മോഹൻ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.